ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഒരു ഷാർപ്പിന്റെ ഒരു ബൂം ബോക്സ് ഉണ്ട്. നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ കേസറ്റ് പ്ലെയറിലെ ആ ഒരു സംഭവമാണ്. നമ്മൾ അതിനെന്താ ചെയ്യുന്നത് വെച്ചാൽ അതിൽ നമ്മൾ ബ്ലൂടൂത്തും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക നമ്മുടെ പുതിയ ഒരു എന്താ പറയുക ഇപ്പോഴുള്ള യൂസ് കണ്ടീഷനിൽ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സംഭവം കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു സാധനം കൺവേർട്ട് ചെയ്തതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കുറച്ച് രീതിയിൽ ചെറിയ ചെറിയ രീതിയിൽ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതിൽ വർക്കിംഗ് വീഡിയോ ആണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് വർക്കിംഗ് വീഡിയോ ജസ്റ്റ് കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് കാലത്ത് കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇതുപോലത്തെ സോണിൻ്റെതും ഷാർപ്പിന്റെ ഒക്കെ സിസ്റ്റം വന്നിരുന്നു. അപ്പോൾ ഇതിന്റെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല രീതിയിലെ ക്വാളിറ്റി നമുക്ക് സൗണ്ട് ഔട്ട്പുട്ട് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇതിലിപ്പോൾ കാസറ്റ് അതുപോലെ തന്നെ FM ഈ രണ്ട് സാധനം സാധാരണ ഇതിൽ വരുന്നുള്ളൂ. നമ്മൾ അതിനെ ഇതിലേക്ക് നമ്മൾ എന്താ പറയുക നമ്മുടെ ഈ ഒരു USB മൊഡ്യൂൾ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് പുതിയ വെർഷനിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇത്തരത്തിലൊരു ഇക്വലൈസർ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ എന്താ പറയുക മാനുവലായിട്ട് നിങ്ങൾക്ക് ഇക്വലൈസറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് സറൗണ്ട് സ്പീക്കർ വർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ബട്ടൺ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു സറൗണ്ട് സ്പീക്കറാണ്, ഇതാണ് സറൗണ്ട് സ്പീക്കറായിട്ട് ഉദ്ദേശിക്കുന്ന സാധനം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിൽ വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇതിലുള്ള ബോർഡിന് ചെറിയ കംപ്ലൈൻറ്റും കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ കസ്റ്റമറുടെ കയ്യിൽ നല്ല രീതിയിൽ ഡാമേജ് ആയിപ്പോയ സാധനമായിരുന്നത്. അതായത് ഉപയോഗിക്കാണ്ട് നമ്മൾ ഒഴിവാക്കിയൊരു സാധനമായിരുന്നു. അതിനെ നമ്മൾ ഈ ഒരു പുതിയ കണ്ടീഷനിലേക്ക് നമ്മളിത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ സ്പീക്കറും കാര്യങ്ങളൊന്നും ഡാമേജ് ആയിട്ടില്ല. അതായത് നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കറായിരുന്നു. നമ്മൾ അയച്ചു നോക്കിയ സമയത്ത് ഇതിൻ്റെ ആംബിൻ്റെ ഭാഗവും നല്ല രീതിയിൽ വർക്കിംഗ് ആയിരുന്നു. ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് സിമ്പിളായിട്ട് പെട്ടെന്ന് സെറ്റപ്പ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു മ്യൂസിക് വെക്കുന്നതാണെങ്കിലും നമ്മളിതിലിപ്പോൾ ഇതൊരു NCS മ്യൂസിക് ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ മ്യൂസിക് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് പണ്ടത്തെ ഈ ഇത്തരത്തിലുള്ള ഡിവൈസിന് കുറച്ചും കൂടി സൗണ്ട് ക്വാളിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇപ്പൊ തന്നെ നമ്മൾ രണ്ട് മ്യൂസിക് കേൾക്കുന്ന സമയത്ത് ഈ ഒരു എന്താ പറയുക വോക്കൽസ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കസ്റ്റമർ ഇത് അധികം യൂസ് ചെയ്യാണ്ട് ഇങ്ങനെ ഒഴിവാക്കി വെച്ച സാധനം. കാരണം ഇപ്പോൾ ഇതിന്റെ സെറ്റപ്പും കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് തന്നെ കസ്റ്റമർ ഇത് ഒഴിവാക്കിയ സാധനമായിരുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ പുതിയ ഒരു സെറ്റപ്പ് ആക്കിയിട്ട് ഇപ്പോൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ആവശ്യങ്ങൾ നിങ്ങളുടെ കയ്യിലും സെറ്റൊക്കെ ഉണ്ടാവും. ജസ്റ്റ് ഇതൊക്കെ എന്താ യൂസ് ചെയ്യാൻ പറ്റിയ യൂസ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കിട്ടുന്ന സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് മെച്ചപ്പെട്ട സൗണ്ട് ക്വാളിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നന്ദകിഷോർ സൈനിങ് ഔട്ട്.